നമസ്കാരം. ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ ഉള്ളതാണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേക ദേവത പ്രീതിക്കായി പറയുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഇതിനാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസം എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇന്ന് മിഥുനമാസത്തിലെ 30 വെള്ളിയാകുന്നു. ഓരോ മാസത്തിലെയും ആദ്യ തിങ്കൾ, ആദ്യ ചൊവ്വ, ആദ്യ ബുധനാഴ്ച, ആദ്യ വെള്ളിയാഴ്ച വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതുമാകുന്നു. രവി മിഥുനം രാശിയിൽ സംക്രമിച്ചതിന് ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ വന്നു ചേരും. ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് വീടും പരിസരവും ഇന്നേ ദിവസം വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യമാകുന്നു. കാരണം ഇന്ന് ലക്ഷ്മി ദേവി വീടുകളിൽ വരുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ ലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വൃത്തിഹീനമായി ഇരുന്നാൽ അത് ദേവി കോപത്തിന് അഥവാ ലക്ഷ്മി കോപത്തിന് കാരണമായി തീരും. അതിനാൽ തന്നെ വൈകുന്നേരത്തിന് മുൻപ് ഇന്നേ ദിവസം വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. വീട് തീർച്ചയായും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം അഥവാ കഴുകണം എന്ന കാര്യം അഥവാ അലക്കുന്നത് ഉത്തമമാകുന്നു. ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല. ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കി ഇടേണ്ടത് അനിവാര്യമാകുന്നു. പനിനീർ, മഞ്ഞൾ ജലം എന്നിവ തളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. വൈകുന്നേരം ഇന്നേ ദിവസം പ്രധാന വാതിൽ തുറന്നിടണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം വൈകുന്നേരം വീടുകളിൽ മുടങ്ങാതെ വിളക്ക് തെളിയിക്കുക. ഇന്ന് തീർച്ചയായും തെളിയിക്കേണ്ടതായ ഒരു ദിവസം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഏവരും ആ ഒരു കാര്യം കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് മഞ്ഞളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പ്രധാന വാതിലിന് മുൻപിലും അതേപോലെ അടുക്കളയിലും പൂജാമുറിയിലും ബെഡ്റൂമിലും മഞ്ഞൾ ജലം ഇന്നേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം തളിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും അഥവാ ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം, ലക്ഷ്മി സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കുക. ഏവരും ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ വൈകുന്നേരം ഇപ്രകാരം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുവാൻ, നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ തെളിയിക്കാവുന്നതാണ്. ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചാൽ നെയ്വിളക്കിന്റെ സുഗന്ധത്താൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നു. അതിനാൽ തന്നെ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കും. സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ഇന്നേ ദിവസം വിളക്ക് നിങ്ങൾ തെളിയിക്കുന്നത്. ഇന്നേ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അത് കുപ്പിവളയുമായി ബന്ധപ്പെട്ടാകുന്നു. ചുവപ്പ് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കുപ്പിവളകൾ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ദേവിക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും എന്നാണ് പറയുക. ആഗ്രഹ സാഫല്യം വന്നു ചേരും. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. സുമംഗലികളായ സ്ത്രീകളുണ്ട് എങ്കിൽ അവർക്ക് ദീർഘ സുമംഗലി യോഗം വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. പോസിറ്റീവായ ഊർജം വർദ്ധിക്കും. ഇന്നേ ദിവസം വെള്ള ശംഖുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്.
പുഷ്പങ്ങൾ ഇന്നേ ദിവസം വൈകുന്നേരം വിളക്ക് തെളിയിച്ച് സമർപ്പിക്കണം. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഉയർച്ച, പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ്. ഒന്നിൽ കൂടുതൽ വരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ മഞ്ഞൾ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാകുന്നു. മഞ്ഞൾ മാല സമർപ്പിക്കുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. സുമംഗലികൾക്ക് ദീർഘ സുമംഗലി യോഗം വന്നു ചേരും. പുരുഷന്മാർക്ക് ദീർഘായുസ് വന്നു ചേരും. തിലകം അണിയുന്നതും ഉത്തമം തന്നെയാകുന്നു. ദാമ്പത്യ ഭദ്രതയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇന്നേ ദിവസം താമരയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ദേവിക്ക് താമര സമർപ്പിക്കുന്നത് സമ്പത്ത് പെട്ടെന്ന് വർദ്ധിക്കുന്നതിന് വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ താമര സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. റോസ് ഇന്നേ ദിവസം അഥവാ റോസാപുഷ്പം ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഐക്യവും സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും. കല്ലുപ്പ് ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ധനം ഇരട്ടിക്കുന്നതിന്, സാമ്പത്തികപരമായ അല്പം ഉയർച്ച പ്രതീക്ഷിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിളക്ക് തെളിയിക്കുമ്പോൾ പറയേണ്ടതായ നാമത്തെക്കുറിച്ചാകുന്നു. അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം. ശ്രീം എന്ന വാക്ക് ഇന്നേ ദിവസം നിങ്ങൾ 108 തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ലക്ഷ്മി ദേവിയുടെ മറ്റ് മന്ത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. വിളക്ക് തെളിയിക്കുമ്പോൾ ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ശുദ്ധിയോടെ ഇരിക്കുന്നതായ അവസരങ്ങളിലും ഈ നാമം ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങളും ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും ആഗ്രഹ സാഫല്യത്തിനും സഹായകരം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ നാമം ജപിക്കുക. കൂടാതെ ഇന്നേ ദിവസം വസ്ത്രം, അന്നം എന്നിവ ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതായ വസ്തുക്കൾ ഇന്നേ ദിവസം ദാനം ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു. പെൺകുട്ടികൾക്ക് ഇന്നേ ദിവസം കൺമഷി, വസ്ത്രം എന്നിവ വാങ്ങി നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ മധുരം, വള, മാല എന്നിവ ഇന്നേ ദിവസം പെൺകുട്ടികൾക്ക് വാങ്ങി നൽകുന്നതിലൂടെ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അരിയുമായി ബന്ധപ്പെട്ടാണ് ഇത് പരാമർശിക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. അരിയുമായി ബന്ധപ്പെട്ട പരിഹാരത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ പരിഹാരം ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പരിഹാരത്തിനായി ആവശ്യമുള്ളത് വെളുത്ത തുണിയാകുന്നു. വൃത്തിയുള്ള വെളുത്ത തുണി തന്നെ ആവശ്യമായിട്ടുണ്ട്. വിളക്ക് വയ്ക്കുന്ന ഇടത്ത് ഒരു പിടി അരി, അത് പച്ചരിയാണ് എങ്കിലും സമർപ്പിക്കുക. 1 രൂപ നാണയവും ഒപ്പം സമർപ്പിക്കുക. അതിനുശേഷം ഇവ കെട്ടിയതിനു ശേഷം, അതായത് മുൻപ് പരാമർശിച്ച തുണിയിൽ കെട്ടിയതിനു ശേഷം ഓം ലക്ഷ്മി ദേവിയെ നമഃ എന്ന് 108 തവണ ജപിക്കുക. അതായത് ആദ്യം തുണി വിരിച്ചതിന് ശേഷം തുണിയുടെ മുകളിലായി 1 പിടി അരി, അത് പച്ചരിയാണ് എങ്കിലും സമർപ്പിക്കുക. 1 രൂപ നാണയം കൂടി സമർപ്പിച്ച് ആ തുണി കെട്ടിയതിന് ശേഷം, കിഴി പോലെ കെട്ടിയതിന് ശേഷം ഓം ലക്ഷ്മി ദേവിയെ നമഃ, ഓം ലക്ഷ്മി ദേവിയെ നമഃ എന്ന് 108 തവണ ജപിക്കുക. 3 മാസങ്ങൾക്ക് ശേഷം ഇവ മാറ്റേണ്ടതാകുന്നു. പൗർണമി ദിനത്തിലാണ് മാറ്റേണ്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അരി ആരും ചവിട്ടാത്ത ഇടത്തോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം. വെള്ളത്തിൽ ഒഴുക്കി കളയുന്നതാണ് ഏറ്റവും ശുഭകരം. നാണയം ഭണ്ഡാരത്തിൽ, ദേവി ക്ഷേത്രത്തിൽ അതായത് ലക്ഷ്മി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ സമർപ്പിക്കാവുന്നതുമാണ്. ഈ കിഴി സൂക്ഷിക്കേണ്ടത് പണം സൂക്ഷിക്കുന്ന ഇടത്താകുന്നു. പണം സൂക്ഷിക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന അലമാരിയിലോ വയ്ക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ പരാമർശിക്കുന്ന ഫലം, അതായത് ധനപരമായ നേട്ടങ്ങളും കടബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ മോചനവും, കൂടാതെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങളും വന്ന് ചേരുന്നതിന് സഹായകരമാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ ദേവിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പരിഹാരം ചെയ്യുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ.